ഹായ് ഫ്രണ്ട്സ്, ആരോഗ്യ കേരളത്തിന് ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയത്. ഒരു പഴയ കെട്ടിടം ഉപയോഗയോഗ്യമല്ല എന്ന് 2013 ഉമ്മൻചാണ്ടി സർക്കാർ റിപ്പോർട്ട് നൽകപ്പെട്ട ഒരു പഴയ കെട്ടിടം തകർന്നു വീണു. സംഭവം നടക്കുന്നത് 10:30 11 മണിയോടുകൂടി രണ്ട് മന്ത്രിമാർ, ആരോഗ്യമന്ത്രിയും മന്ത്രി VN വാസവന് ഓടിയെത്തി പത്രസമ്മേളനം നടത്തി. ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, അത് പഴയ കെട്ടിടമാണ്, ഉപയോഗശൂന്യമാണ്, ഒന്നും ഭയപ്പെടാനില്ല. നമ്മൾ ഓർക്കണം, ഈ സമയം അത്രയും ബിന്ദു എന്ന ഒരു പാവം സ്ത്രീ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ മരണത്തോടും മല്ലടിച്ച് കഴിയുന്നുണ്ടായിരുന്നു. ഏതൊരു അപകടമുണ്ടായാലും അവശിഷ്ടങ്ങൾ നീക്കുവാനും എന്തെങ്കിലും അടിയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനുമുള്ള സാമാന്യ മര്യാദ, കോമൺ സെൻസ് ഇവിടെ ആരും പ്രകടമായി കണ്ടില്ല. ആ സമയം അത്രയും ഒരു കൊച്ചു പെൺകുട്ടി, നവമി എന്ന് പേരെ കൊച്ചു പെൺകുട്ടി, തൻ്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ വലിയ കെട്ടിടത്തിലൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആരും കണ്ടില്ല, കേട്ടതുമില്ല. 12:30 ശേഷമാണ് ഒരു ശരീരം പുറത്തെടുക്കുന്നത്. അപ്പോഴും പറയുന്നു ചെറിയ പരിക്കുകളേ ഉള്ളൂ. പക്ഷേ ഈ സമയം അത്രയും ആ അവശിഷ്ടങ്ങൾക്ക് അടിയിൽ ശ്വാസം മുട്ടി മരിച്ച ആ സ്ത്രീയുടെ ജീവന് ആര് സമാധാനം പറയും? ഇതാണോ കേരളം ഒന്നാമതെന്ന് പറയുന്നത്? അപ്പോൾ ഓടി എത്തേണ്ടിയിരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തലവനായ കളക്ടർ എവിടെയായിരുന്നു? അദ്ദേഹത്തെ കണ്ടതേയില്ല. ഇടയ്ക്കൊരു സന്ദർശനം നടത്തി നമ്മുടെ മുഖ്യമന്ത്രി, ദാ വന്നു ദാ പോയി എന്ന് പറയുന്ന പോലെ. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. തീർച്ചയായും സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്ന പോലെ ആ മരണം, ആ സ്ത്രീയുടെ മരണം ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികൾ വരുത്തി വെച്ചതാണ്. നമ്മൾ ഓർക്കണം, 2013 ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകപ്പെട്ട ആ കെട്ടിടം നാളിതുവരെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ലട്രീൻ, ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കായി. ആരും തടഞ്ഞില്ല, അപകടമാണെന്ന് ആരും പറഞ്ഞില്ല, ആരും ഉണ്ടായിരുന്നില്ല അവരെ മാറ്റി നിർത്താൻ. പുതിയ കെട്ടിടം പണി തീരുന്നുണ്ട്, പക്ഷേ ഇതുവരെയും ഉദ്ഘാടനമായില്ല. ഈ ഗവൺമെന്റ് വന്നിട്ട് 9 വർഷമായി. ഈ കെട്ടിടം പണി ആരംഭിച്ചിട്ട് തന്നെ 4 വർഷം കഴിഞ്ഞു, ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. ഇതൊക്കെ ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ഇലക്ഷൻ വരുമ്പോഴാണ്. ഇലക്ഷനാണ് ലക്ഷ്യം, അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇലക്ഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണോ ഈ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ? തീർച്ചയായും ഇത് അക്ഷന്തവ്യ അപരാധമാണ്. ഒരു മനുഷ്യജീവൻ, അതിന് പകരം വയ്ക്കാൻ ഒന്നും തന്നെയില്ല. ആരൊക്കെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ബിന്ദു എന്ന ആ പാവം സ്ത്രീയുടെ ജീവന് ഈ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ ഒക്കൂ. താങ്ക് യു.